ഹായ് കൂട്ടുകാരെ, കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് വീണ്ടും ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് വീഡിയോ ആണ്. ഓൾറെഡി സ്ട്രെയിറ്റ് പാൻറ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറേ ആൾക്കാർ കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സിനെല്ലാം ഒരു പരിഹാരമായിരിക്കും ഇന്നത്തെ സ്ട്രെയിറ്റ് പാൻറ്റ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ആദ്യം 4 മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ സൈഡ് ക്ലോസ്ഡ് സൈഡാണുള്ളത്. ഒരു 2.5 ഇഞ്ച് ബാൻഡ് വിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതങ്ങ് ലൈൻ ചെയ്തെടുത്തു. ഇനി ടോട്ടൽ ലെങ്ത് ആണ് വരുന്നത്. ടോട്ടൽ ലെങ്ത് 38 ആണ് വരുന്നത്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടു. 38 ഹിപ്പ് സൈസുള്ള ഒരാൾക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതായത് എക്സൽ സൈസ്. ഇനി 11 ഇഞ്ചാണ് ഹിപ്പ് സൈസ് വരുന്നത്, അതായത് 38 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോഴാണ് 11 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 13 ഇഞ്ച് ക്രോച്ച് ലെങ്ത് താഴേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു 13 അടയാളപ്പെടുത്തി. വീണ്ടും നമ്മൾ 11 ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് ആ പോയിന്റ് 11 ഇഞ്ച് എന്നുള്ളത് കറക്റ്റ് ആ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിൽ നിന്ന് ക്രോച്ചിൻ്റെ ആ ലെങ്ത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ അവിടുന്ന് 2 ഇഞ്ച് എടുത്തു. അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ടോട്ടൽ അവിടുന്ന് 3 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ കേർവ് ഷേപ്പിൽ ക്രോച്ച് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് താഴെ 5.5 ഇഞ്ചാണ് ലെഗിൻ്റെ അവിടുത്തെ വീതി എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ടോട്ടൽ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്രോച്ചിൻ്റെ അവിടുന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. സ്ട്രെയിറ്റ് പാൻറ് ആയതുകൊണ്ട് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 പീസായിട്ട് കിട്ടും, ഒരേപോലത്തെ 4 പീസ്. അതിൽ 2 പീസ് നമ്മൾ പെയർ ചെയ്തിട്ട് നല്ല വശവും ചേർത്തിട്ട് ക്രോച്ചിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതാ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു. അടുത്തതിൻ്റെ നല്ല വശം താഴെ വരുന്ന രീതി, അതായത് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സൈഡാണ് ഇനി ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ക്രോച്ചിൻ്റെ സൈഡല്ല, മറ്റേ സൈഡാണ് ജോയിൻ ചെയ്യുന്നത്. അതൊരു 1/4 ഇഞ്ചിൽ ജോയിൻ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളൊരു 1/4 ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. ഏറ്റവും താഴെ വരെ സ്റ്റിച്ച് ചെയ്യരുത്. നമുക്കവിടെ സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം അവിടെ നിർത്തിയിട്ട് 2.5 ഇഞ്ച് താഴെ നിന്ന് അടയാളപ്പെടുത്തുക. 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക. അതിനുശേഷം തയ്ച്ച് നമ്മൾ ആ 2 ഇഞ്ചിൽ വന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നിടത്തൂടെ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ടങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റ് ഇടാനാണ്. നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതാ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് സ്ലിറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് അല്ല, ഡബിൾ ഫോൾഡ് അല്ല, ഒരൊറ്റ ഫോൾഡ് മാത്രമാണ്. അതിനുശേഷം അത് മടക്കി എടുത്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ നേരെ താഴെ ചെറുതായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒന്ന് ലോക്ക് ഇടുന്ന പോലെ മാത്രം, താഴ്ഭാഗം മാത്രം ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് അടിച്ചിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന പോലെ എടുക്കാം. അതിനുശേഷം ആ ജോയിൻ ചെയ്ത ഭാഗവും അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഒരു 2 ഇഞ്ച് വരെ അടിച്ചിട്ട് തിരിച്ചടിച്ചില്ലേ, ആ ഭാഗവും ജോയിൻ ഇങ്ങനെ പിടിക്കുക. കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലത് അത്ര കൃത്യമായിട്ട് കാണിക്കാത്തത്. ഇതിങ്ങനെ പിടിച്ച് നമുക്ക് സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കണം. അതിനുശേഷം സൂചി കുത്തി നിർത്തി തിരിച്ച് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് വെളിയിലിറങ്ങാം.
നമ്മൾ ആ പിടിച്ചതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ അങ്ങനെ തന്നെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അടിച്ചെടുത്തു. ഇത് നമുക്ക് മറിച്ചിടണം. ഒരു സിസറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമുക്കത് കുത്തി നമുക്ക് മറിച്ചെടുക്കണം. മറിച്ചെടുക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് സൈഡങ്ങ് വൃത്തിയായിട്ടങ്ങ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഒന്ന് അയൺ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ലിറ്റ് വളരെ മനോഹരമായിട്ട് ഇട്ടു. രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് സൈഡ് അങ്ങ് ക്രോച്ചിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് ലെഗും ഒന്നിച്ചങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ക്രോച്ചിൻ്റെ അവിടെ വിട്ട് വരുന്നത് 12.5 ഇഞ്ച് മാത്രമാണ് വിട്ടെടുക്കുന്നത്. ഇതൊരു എക്സൽ സൈസിന് ഈ ഷേപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. തുടവണ്ണമൊക്കെ നോർമലായിട്ടുള്ളവർക്ക്. നമ്മൾ അവിടുന്ന് ഇതാ 10 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. ആ 10 ഇഞ്ചിൻ്റെ അവിടെ വിട്ട് വേണ്ടത് 8 ഇഞ്ചാണ് അവിടെ വിട്ടെടുക്കുന്നത്. ഇനി നമുക്കൊരു 5 ഇഞ്ചും കൂടി അവിടെ നിന്ന് 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടെ നമുക്ക് കിട്ടുന്നത് 6.7 ആണ് കിട്ടുന്നത് എടുക്കേണ്ടത്. നമ്മൾ ആ ഒരു 5 ഇഞ്ചും കൂടി എടുത്തു. അവിടെ നമുക്ക് 5.7 അടയാളപ്പെടുത്തുന്നത്. ഏറ്റവും താഴെ ഒരു 5.2 അങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ അങ്ങ് വരച്ചെടുത്തിട്ട് രണ്ട് കാലിന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇവിടെയും വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ സൈഡ് ഫുൾ റൗണ്ടിൽ അങ്ങ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പിലുള്ള സ്ട്രൈറ്റ് പാൻറ്റ് കിട്ടും. ഇനി നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യണം. 1 ഇഞ്ചും 32 ഇഞ്ച് വിഡ്ത്തും 1 ഇഞ്ച് വിഡ്ത്തും 32 ഇഞ്ച് ലെങ്ത്തുമാണ്. ആദ്യം നമുക്കിതിൻ്റെ മുകൾ ഭാഗം 1/2 ഇഞ്ചും 2 ഇഞ്ചും വെച്ച് മടക്കി അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിക്കാൻ. അവിടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. നമുക്കൊരു പിൻ ചെയ്തിട്ട് ഇലാസ്റ്റിക് അകത്തേക്ക് കടത്തി വിടാം. ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കടത്തി വിട്ടിട്ട് ഇലാസ്റ്റിക്കിന് രണ്ട് സൈഡ് നല്ല കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഭാഗം കൂടി ജോയിൻ ചെയ്തെടുത്താൽ മനോഹരമായിട്ടുള്ള സ്ട്രെയിറ്റ് പാൻറ്റ് റെഡിയാണ്. അപ്പം നല്ല ഷേപ്പിലുള്ള മുകൾ ഭാഗം ബാക്ക് ഭാഗം ഒന്നും പൊങ്ങാത്ത, അതുപോലെ തന്നെ രണ്ട് ലെഗും ഒരുപോലെ വരുന്ന അടിപൊളി സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിൽ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഇത് നോക്കി സ്റ്റിച്ച് ചെയ്താൽ ഉറപ്പായിട്ടും നല്ലൊരു സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്ക്. അടുത്തൊരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ബൈ.